ബാക്ക് ടു ചാനൽ വ്ളോഗ്സ് ബൈ ഗൗതം. അപ്പോൾ നമ്മളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തോട്ടിന്ന് ഒരു കുറച്ച് കല്ലെടുത്തോണ്ട് വന്നായിരുന്നു. ആ കല്ലിടാൻ ഒരു അക്വേറിയം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് അക്വേറിയം. അതിനകത്ത് അടി കണ്ട ഇത്ര വലിയ വലിയ കല്ലുകളാണ്. പിന്നെ അടിയിൽ റൗണ്ട് ഷേപ്പ് കല്ലുകൾ ഇടുമ്പോൾ ഒരു രസം കാണില്ലേ, അത് ഇടാൻ വേണ്ടിയാണ്. ഇതിനകത്ത് ആകെ ഒരു ഒറ്റ ഓസ്കാറും പിന്നെ ഒരു സക്കറും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഭയങ്കര വെയിറ്റാ. അപ്പോൾ നമ്മളിത് കഴുകാൻ പോവാണ്. വെള്ളം ഒഴിച്ചോണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിക്ക് അടുക്കുണ്ട്. ഇത് നമുക്ക് 2-3 ട്രിപ്പ് കഴുകി എടുക്കണം. അപ്പോൾ നമുക്ക് കഴുകി എടുക്കാം. അപ്പൊ നമുക്ക് തോട്ടിലത്തെ കല്ലിടണമെങ്കിൽ ഈ അക്വേറിയത്തിലത്തെ കല്ലൊക്കെ മാറ്റിയിട്ട് ആ കല്ലിടാൻ വേണ്ടി ഈ വെള്ളമൊക്കെ വെള്ളം അഴുക്കൊന്നുമല്ല, എന്നാലും നമുക്ക് വെള്ളം ക്ലീൻ ചെയ്യാറുണ്ട്. ഈ കല്ലും ഇതൊക്കെ മാറ്റണം. പിന്നെ ശബ്ദം ഒന്നും കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അക്വേറിയത്തിൻ്റെ വെള്ളം മാറ്റുകയാണ്. അതിനകത്താണ് ഈ ഒരു ഓസ് കൊണ്ടിരുന്നിരിക്കുന്നത്. വെള്ളം മാറ്റാം. അതിനകത്ത് സിമ്പിൾ പ്രോസസ്സാണ്. ഈ പൈപ്പ് കൊണ്ടുപോയിട്ട് ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ വെള്ളം പൊക്കോളും. അപ്പോൾ നമ്മളെ അക്വേറിയത്തിൻ്റെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മീനിനെ 2 അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്വേറിയം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇന്നലെ കഴുകി വെച്ച് കല്ല് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ കല്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്ററും കൂടെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ട് കാണിക്കാം. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ പെട്ടെന്ന് സീറോ കോസ്റ്റിൽ ഒരു അക്വേറിയം ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഭയങ്കര സിമ്പിൾ അല്ലേ, കുറച്ച് കല്ല് മാത്രം എടുത്താൽ മതി ഗൈസ്. അതൊരു 2-3 പ്രാവശ്യം കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ 2 മീൻകൂട്ടന്മാരുണ്ട്, അവന്മാരെയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മീൻകൂട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവൻ പേടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാറിനൊരു പ്രശ്നമുണ്ട്. ഇവനാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അത് 2-3 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും വരെ. ബൈ.